ഇന്ന് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് പാട്ട് പഠിക്കാൻ. വേഗം റെഡിയായാൽ അവരെത്തും മുമ്പ് നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. കൊള്ളാം, നല്ല കാര്യമായി. ഞാൻ ഉണ്ടാക്കാൻ പോയിരുന്നു ഭക്ഷണം അവിടെ. അറിയാൻ വയ്യാത്ത കാര്യമൊന്നും ചെയ്യാൻ ശ്രമിക്കണ്ട ബാലേട്ടാ. വിനയേട്ടൻ ടെൻഷൻ അടുപ്പിക്കാതെ. എന്റെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മാനേജർ പോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പൊ ഇറങ്ങും. ആരാ? അമ്മായി അച്ഛനാ? അയ്യോ, അങ്ങനെയാണെങ്കിൽ അകത്തോട്ട് ചെന്ന് കാണാൻ. വേണ്ട, ഞാൻ ഇവിടെ വെച്ച് കണ്ടോളാം. എന്താ പേര്? ബാവ. ബാവ. ആരെയും ബാവ ഗായകനാക്കും. ആ ബാവയാണോ? ആ ബാവ ഞാനല്ല, അത് വേറെ ബാവ. ആ ബാവ എവിടെ താമസം? അറിയില്ല. അറിയില്ല. ആ, നിക്ക് 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 നിക്ക്. ആരും പോവല്ലേ, എല്ലാവരും കുറച്ച് നേരത്തേക്ക് ഇവിടെ വേണം. ആരാ? സാറിന്റെ അമ്മായച്ചനാ. നിങ്ങൾ ആരും സർവേക്ക് പോയില്ലേ? ഞങ്ങളെയൊക്കെ സാർ ഒഴിവാക്കി തന്നു. ഓ, എന്താ ആരും പോയില്ലേ? മോനെ ഒന്ന് നിന്നേ. അതെ, അമ്മായച്ചനാണെങ്കിൽ അടിച്ചത് ശരിയായില്ല. ശരിയായില്ല? തീരെ ശരിയായില്ല. ആഹാ, എന്താ കാര്യം? എന്താ അടിച്ചത് ശരിയായില്ലെന്ന്. ഇപ്പൊ ശരിയായ? വണ്ടി പോട്ടെ. തന്റെ അമ്മായച്ചനെന്തിനാ എന്നെ തല്ലിയത്? എന്റെയോ? സാറിന്റെ അല്ലേ? ഒലക്ക. എന്നിലെ കുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാം. കുക്കോ ഭക്ഷണോ? രണ്ടും കൊള്ളാം. ഉച്ചഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. സിന്ധു ചേച്ചി പറഞ്ഞിട്ടുണ്ട്, സിന്ധു ചേച്ചി ഇല്ലാന്നൊരു തോന്നല് വിനയേട്ടൻ ഉണ്ടാകരുതെന്ന്. അതുണ്ടാവാതെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? ഗുഡ് മോർണിംഗ് സർ. യെസ്, വന്നോളൂ. ആ, ഇരിക്കേ, ഇങ്ങോട്ടൊക്കെ ഇരിക്കേ. കേളിനിലാവൊരു പാലാഴി, കേളിനിലാവൊരു 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 പാലാഴി, കേളിനിലാവൊരു പാലാഴി, കേളിനിലാവൊരു പാലാഴി, പാലാഴി, പാലാഴി. വനമുരളി, വനമുരളി, കേളിനിലാവൊരു കേളിനിലാവൊരു പാലാഴി, പാലാഴി. പല്ലവി പഠിച്ചു കഴിഞ്ഞല്ലോ. പല്ലവി നന്നായാൽ പാട്ട് നന്നായി എന്നാണ് അർത്ഥം. പഠിച്ച വരികളിലെ സ്വരങ്ങളും ഭാവവും ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കണം. ഒന്നും മറക്കരുത്. ചരണം നമുക്ക് നാളെ പഠിക്കാം. ഉച്ച കഴിഞ്ഞ് എനിക്കൊന്ന് പുറത്തു പോകണം. ഓക്കെ വിനയേട്ടാ, എല്ലാവർക്കും ഊണ് കരുതിയിട്ടുണ്ട്. ഓ, നിങ്ങൾക്ക് ഊണ്? നിക്ക് നിക്ക്. ഇതെന്റെ സ്കൂളിലെ സ്റ്റുഡൻസ് ആണ്. സാറിത് സാറിന്റെ ഭാര്യയാണോ? ഭാര്യയല്ല, ഭാര്യയുടെ അനിയത്തി. കണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങളെപ്പോലെ +2 പഠിക്കുന്ന കുട്ടിയാ. ശരി, ഓ, ഞാനിപ്പോ വരാം. ബാല, നീ കുളിമുറി കയറി കുളിച്ചോ? അതെ.
എന്താ സിന്ധു ചേച്ചിയുടെ മണം അല്ലേ? അതിവിടൊക്കെ പരക്കാനാണ് ഞാൻ സിന്ധു ചേച്ചിയുടെ കാച്ചെണ്ണ, സോപ്പ്, ഷാംപൂ ഒക്കെ ഇട്ട് കുളിച്ചത്. വിനയേട്ടന് ഇപ്പൊ തോന്നില്ലേ സിന്ധു ചേച്ചി ഇവിടെ എവിടെയോ ഉണ്ടെന്ന്? ഇതെന്താ നിന്ന് കഴിക്കാൻ പോവാണോ? ഇരുന്ന് കഴിച്ചാല് ഒരുപാട് കഴിച്ചു പോകും. സിന്ധു ചേച്ചിയുടെ ഈ സാരി എടുത്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഉം. കുറെ കൂടി മുടിയുണ്ടായിരുന്നെങ്കിൽ സിന്ധു ചേച്ചി തന്നെ ആയിരുന്നേനെ അല്ലേ? ഇല്ല, ബാലേട്ടനെന്നും ബാലേട്ടനെ പോലെ തന്നെ ഉണ്ടാവും. അതാ എന്റെ സങ്കടം. കുറെ നാളായി എനിക്ക് സിന്ധു ചേച്ചിയെ പോലെ ആകണം, സിന്ധു ചേച്ചിയെ പോലെ ആകണം എന്ന് ആഗ്രഹം തോന്നാൻ തുടങ്ങിയിട്ട്. സിന്ധു ചേച്ചി നടക്കുന്ന പോലെ നടക്കാൻ, വർത്താനം പറയുന്ന പോലെ പറയാൻ, ചിരിക്കുന്ന പോലെ ചിരിക്കാൻ ഒക്കെ ഞാൻ ശ്രമിക്കാം. ഒരിക്കലും സിന്ധു ചേച്ചിയെ പോലെ ആകാൻ പറ്റില്ല എന്നറിഞ്ഞും ഞാൻ ശ്രമിച്ചു. പിന്നെ അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ വസ്ത്രധാരണമൊക്കെ മാറ്റിയത്, മുടി വെട്ടിയത്, അമേരിക്കയിലേക്ക് ഒളിച്ചോടാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ വിനയേട്ടന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിനയേട്ടന് അരികെ നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു ഞാൻ സിന്ധു ചേച്ചി തന്നെയാണെന്ന്. ഇന്ന് രാത്രി ഒരു ജോളിക്ക് എന്റെ കൂടെ വരാമോ? നമ്പേരേട്ടന്റെ തോട്ടത്തിൽ നിന്നും പച്ചക്കറി മോഷ്ടിക്കാൻ. അതൊക്കെ കഴിഞ്ഞ് വിനയേട്ടന് സിന്ധു ചേച്ചിമാൽ പാടാറുള്ള പാട്ടും പാടണം. അതൊക്കെ എന്റെ സിന്ധുവിന്റെ സ്വകാര്യ സുഖങ്ങളാ. അതിൽ മറ്റൊരാളെ എങ്ങനെയാ പങ്കെടുപ്പിക്കുക? അപ്പൊ ഞാൻ മറ്റൊരാളാണോ? പറ, ഞാൻ മറ്റൊരാളാണോ? ഇപ്പൊ ഈ നിമിഷം എനിക്ക് അങ്ങനെ തോന്നിപ്പോകുന്നു. നിനക്ക് എന്ത് കോംപ്ലക്സ് ആണ് ബാല? എനിക്ക് മനസ്സിലാകുന്നില്ല. സിന്ധുവിന്റെ സാരിയും മണമൊക്കെ കട്ടെടുക്കുക, ഇങ്ങനെ എന്തൊക്കെയോ പറയുക. എന്തിനാ ഇതൊക്കെ? നിന്റെ വിളച്ചിൽ എനിക്ക് പിടികിട്ടി. അമേരിക്കയിലേക്കുള്ള നിന്റെ പോക്കിന് സിന്ധുവിന്റെ സമ്മതം വാങ്ങാൻ നീ കണ്ടുപിടിച്ച പുതിയ വേഷം കെട്ടലായത് അല്ലേ? അല്ല, അമേരിക്ക പോണ്ടാന്ന് സിന്ധു ചേച്ചി പറഞ്ഞ ആ നിമിഷം ഞാനത് ഉപേക്ഷിച്ചു. ഓക്കെ, ആയിക്കോട്ടെ. എന്നാലും നീ ഇന്ന് സംസാരിച്ച പോലെ ഇനി എന്നോട് സംസാരിക്കരുത്. ഉം. ഞാൻ എന്റെ അമ്മയെ ഒന്ന് കാണാൻ പോവാണ്. രാത്രിയെ വരൂ. ഞാനും വരട്ടെ? വേണ്ട, ശനിയാഴ്ച വൈകുന്നേരങ്ങൾ അമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സിന്ധു പോലും വരാറില്ല. പിന്നെ സിന്ധുവിന്റെ അലമാരിയിൽ ഒരുപാട് സാരികളുണ്ട്. അതിലേത് വേണമെങ്കിലും നീ എടുത്തെടുത്തോ. എന്നിട്ട് ഈ സാരി എടുത്തെടുത്ത് തന്നെ വെച്ചേക്കണം. ഇത് രാത്രിയിൽ എനിക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ സിന്ധു തന്നതാണ്. അതെനിക്ക് വേണം. ഇതൊടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചുറങ്ങിയാ പോരെ? Don't be silly. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. അപ്രിയമായ തമാശകൾ നമ്മൾ തമ്മിൽ വേണ്ട ബാല, പ്രത്യേകിച്ചും സിന്ധു ഇല്ലാത്തപ്പോൾ. ഓക്കെ, ഞാൻ അറിഞ്ഞ